പലരും പറയുന്ന ഒരു കാര്യമാണ് വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല, എന്റെ വീഡിയോ കയറി പോകുന്നില്ല എന്ന്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ കറക്റ്റായിട്ടല്ല സെറ്റിംഗ്സ് കൊടുത്തേക്കുന്നതെന്നുള്ളത് മനസ്സിലായി കേട്ടോ. പലർക്കും അതിനെക്കുറിച്ച് അറിയത്ത് കൂടിയില്ല. കഴിഞ്ഞ വീഡിയോയുടെയൊക്കെ താഴെ നിങ്ങൾ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ച്. നിങ്ങളുടെ വ്യൂസ് കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ നിങ്ങളുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഒരു കാരണമാണ്. അതിന്റെ സെറ്റിംഗ്സ് പഠിച്ചിരിക്കണം. അത് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് പറയുന്നതെന്നും കൂടി ഞാനിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു സാധനമായിരുന്നു യൂട്യൂബ് സ്റ്റുഡിയോ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെ പോപ്കോൺ ഒക്കെ തിന്ന് ഇങ്ങനെ ഇരുന്ന് കാണാൻ സിനിമയല്ല. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും കൊടുക്കേണ്ട സെറ്റിംഗ്സും കാര്യങ്ങളും നിങ്ങൾ ഇത്രയും കാര്യം ചുമ്മാ ഇരുന്ന് കേട്ടാൽ നിങ്ങൾ ഓർത്തിരിക്കുകയില്ല. എല്ലാവരും ഒരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ഇരുന്ന് കേൾക്കുക. ജസ്റ്റ് അതല്ലെങ്കിൽ ഒരു തവണ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് പേപ്പറും പേനയൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് എഴുതാം. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഓരോ പേജിൽ തന്നെ എഴുതണം കേട്ടോ. എല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. എന്താണ് യൂട്യൂബ് സ്റ്റുഡിയോ? നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു കടക്കാരനെ കൊണ്ട് വിൽപ്പിക്കണം. എന്നിട്ട് അതിന്റെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുപോയി. അത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭരണിയിലാണ് ഇട്ടുകൊണ്ട് പോയത്. കണ്ട ജാമ് പോലെയൊക്കെ തോന്നും. ഇത് കൊണ്ട് ആ കടയിൽ കൊടുത്തു. ഇന്ന ആളെ തന്നതെന്നറിയാം, പക്ഷെ ആ വസ്തു എന്താണെന്നോ, അപ്പൊ ആ കടയിലെ ഓണർ അല്ലായിരുന്നു, അവിടത്തെ ഒരു വേറൊരു പയ്യൻ. അപ്പൊ പയ്യനറിയാം സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരു ആളാണെന്നും സാധനം കൊണ്ടുവന്ന് വെക്കുന്ന ആളാണെന്നും അറിയാം. എന്നാലും ഈ സാധനം എന്താണെന്ന് നിങ്ങൾ അതിൽ എഴുതിയിട്ടില്ല. എന്ത് ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഉണ്ടാക്കിയ എന്ത് വസ്തുവാണെന്ന്, അത് ജാമാണോ, അത് പിന്നെ പിക്കിളാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ, ഒന്നും അറിയത്തില്ല. കറുത്ത കളറിൽ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി അവിടെ കൊണ്ട് വെച്ചു, ഭരണിയിലൊന്നും എഴുതിയിട്ടില്ല. എങ്ങനെ ഇരിക്കും? അയാൾ റിസ്ക് എടുത്തത് കൊണ്ട് വിൽക്കുവോ ആർക്കെങ്കിലും? ഇല്ല. പക്ഷെ അത് മാങ്ങ അച്ചാറാണെന്നോ, അല്ല മാങ്ങ ഉണക്കിയ അച്ചാറാണെന്നോ, ചമ്മന്തിപ്പൊടിയാണെന്നോ, ചെമ്മീൻ ചേർത്ത ചമ്മന്തിപ്പൊടിയാണെന്നോ കൃത്യമായി കൊടുത്താല് നമുക്ക് അത് ഈ പറഞ്ഞ വിൽക്കാൻ കൊണ്ടുവെക്കുന്ന സാധനം മറ്റൊരാൾ വാങ്ങാനും വരുള്ളൂ, അല്ലെ? അതിനകത്ത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞാലേ ഓണർ ധൈര്യമായിട്ട് വിൽക്കുള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അംഗീകൃതമായിട്ട് ഫുഡ് സേഫ്റ്റി സാധനങ്ങളൊക്കെ ആണോ, കറക്റ്റ് ആണോ അതിനകത്ത് അറിഞ്ഞാലേ കടക്കാരൻ അത് വിൽക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോ ഏത് ടൈപ്പാണ്, എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ്, ഇത് കുട്ടികൾക്കുള്ളതാണോ അല്ലയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം യൂട്യൂബിന് എളുപ്പമുണ്ട് അതെടുത്ത് ആളുകളിലേക്ക് പ്രദർശിപ്പിക്കാനായിട്ട്. മനസ്സിലായോ? ചമ്മന്തിപ്പൊടി ആണേലും അതിൽ ചെമ്മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചെമ്മീൻ കഴിക്കാത്തവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടിയാന്ന് പറഞ്ഞ് ചോറിനകത്തിട്ട് ഇളക്കി കഴിയുമ്പോഴേ അതിന്റെ മുന്നിൽ ചെമ്മീൻ ചമ്മന്തിയും അല്ലാത്ത ചമ്മന്തിപ്പൊടിയും ഒരുപോലല്ലേ ഇരിക്കുന്നേ. ചെമ്മീൻ ഉണ്ടെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഏകദേശം പിടികിട്ടിയല്ലോ. നമ്മുടെ ചാനലിൽ എന്തിന്റെയാണെന്നും ഏത് കാറ്റഗറി. അപ്പം സോപ്പ് പൊടിയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു സെക്ഷൻ, മറ്റേ നൂഡിൽസ് അങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ ഒരു സെക്ഷൻ, അങ്ങനെയല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന കാറ്റഗറിയിലാണെന്നും കൂടെ കൊടുക്കുമ്പം അത് യൂട്യൂബിന് എളുപ്പമുണ്ട്, വരുന്നവർക്ക് അത് എളുപ്പമുണ്ട് എടുക്കാനായിട്ട്. ആ രീതിയിൽ റെക്കമെൻഡ് ചെയ്ത് പോകും. ഇപ്പം കാർ സംബന്ധമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് കാർ സംബന്ധമായ വീഡിയോസ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതെന്ന് യൂട്യൂബിന് അറിയിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് അങ്ങനത്തെ വീഡിയോസിന്റെ ഇടയിൽ നമ്മുടെ വീഡിയോയും കൊണ്ട് പ്രദർശിപ്പിക്കും. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടല്ലോ. ഇനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനകത്തേക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും പറയാം. വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. യൂട്യൂബ് തുറക്കുമ്പോൾ ഒരു പ്ലസ് സൈൻ ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസ് എല്ലാം വരും. അതിൽ ലോങ് വീഡിയോ വേണോ ഷോർട്ട് വീഡിയോ വേണോ എന്നുള്ളത് താഴെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ലോങ് വീഡിയോ ഇപ്പം ഇട്ട് നോക്കാം. ലോങ് വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഏത് വീഡിയോ ആണോ വേണ്ടത് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് യൂട്യൂബ് കൊണ്ടുപോകുന്നത്. നമ്മൾ യൂട്യൂബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്യാപ്ഷന് വേണ്ട വാചകങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാം. ഇതിങ്ങനെ നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുകയാണ്. മാംഗോ നിറയെ മാമ്പഴം എന്ന് കൊടുക്കാം, അല്ലേ? നിറയെ മാമ്പഴം എന്ന് നമുക്ക് കൊടുക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ബാർ ഇട്ടിട്ട് നമുക്ക് ഇംഗ്ലീഷിലും മാംഗോസ് എന്നോ എന്തെങ്കിലും നമുക്ക് ഒരു ഓപ്ഷൻ, ഒരു ഇംഗ്ലീഷിലുള്ളൊരു ക്യാപ്ഷനൂടെ കൊടുക്കാം. അപ്പം എങ്ങനെയാണ് ക്യാപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ ആണ്.
ഇത് പലരുടെ വിചാരം അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുത്തേക്കാന്നാ. ഇപ്പോഴും നിസ്സാരമായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയും യൂട്യൂബിനെയും ഒക്കെ കാണുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ ഓരോ ക്യാപ്ഷൻ കണ്ടിട്ടല്ലേ കയറുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ക്യാപ്ഷൻ നിങ്ങളുടെ ആ ഒരു വീഡിയോയിലേക്ക് ശ്രദ്ധയും ആകാംക്ഷയും ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പ് വീഡിയോസ് കുറച്ച് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ AI ചോദിച്ചിട്ട്, നമുക്ക് മെറ്റ AI ചോദിച്ചിട്ട് നമുക്ക് ഇന്ന പോലെ ഒരു വീഡിയോ ചെയ്ത് പറ്റിയ ക്യാപ്ഷൻസ് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്യാപ്ഷൻസ് തരും. 5-6 ക്യാപ്ഷൻസ് വേണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എങ്ങനെ വീട്ടിൽ തന്നെ താളി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്, അല്ലെങ്കിൽ മുടി വളരാൻ എളുപ്പത്തിൽ ഒരു ഷാമ്പു ഉണ്ടാക്കുന്നുണ്ട്, ആ ഷാമ്പുവിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, അതിന് പറ്റിയ ക്യാപ്ഷൻസ് തരാമോ എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ മതി. AI വോയിസ് ആയിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ക്യാപ്ഷൻസ് തരും. മുടി ഇനിയും വളർന്നില്ലേ, ഇതാ പൊടിക്കൈ, ഇനി നിങ്ങളുടെ മുടി കൊഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നമുക്ക് രസകരമായ നമ്മളെ ആകാംക്ഷ ഉണർത്തുന്ന ക്യാപ്ഷൻസ് ഒക്കെ AI തരും. ഈ ക്യാപ്ഷൻസ് എവിടെയെങ്കിലും എഴുതി വെക്കണം. എന്തിനാ? നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ സാധനം ക്യാപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ബാർ ഇട്ടതിന്റെ ശേഷം ഇതിന്റെ ഒരു ഇംഗ്ലീഷിലൊരു അത് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കുന്നത് നല്ലതാണ്. ഹൗ ടു ഗ്രോ യുവർ ഹെയർ, അല്ലെങ്കിൽ പിന്നെ ഹോം റെമഡീസ് ഫോർ ഹെയർ ഗ്രോത്ത് എന്നോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ക്യാപ്ഷൻസ് കൊടുക്കാം. ഇനി നമുക്ക് താഴെ കൊടുക്കേണ്ട പബ്ലിക് എന്നാണ് കിടക്കുന്നത്. ഒരിക്കലും പബ്ലിക് ആക്കല്ല്. അത് അൺലിസ്റ്റഡ് ആക്കിയിട്ടേ നമ്മൾ പബ്ലിക് ആക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇവിടെ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് എപ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ചാടിക്കയറി പബ്ലിക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾ ആദ്യം പബ്ലിക് എന്ന് വന്ന് ഇതിന്റെ താഴെ കാണും. പബ്ലിക് ആക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്യൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾ പബ്ലിക് ആക്കാനേ പാടില്ല. നിങ്ങൾ എപ്പോഴും അൺലിസ്റ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വെച്ചിട്ട് മാത്രമേ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ആയി കഴിയുമ്പം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും, നോ ഇഷ്യൂസ്, അതായത് കോപ്പിറൈറ്റ് ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് കുട്ടികൾക്കോ അല്ലെങ്കിൽ യൂട്യൂബ് പ്രോട്ടോകോളുകൾക്കോ എതിരല്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് നോ ഇഷ്യൂസ് എന്ന് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞ് നിങ്ങൾ നേരെ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആക്കാൻ പാടുള്ളൂ. അടുത്തത് സെലക്ട് ഓഡിയൻസ്. അപ്പൊ ഇത് സെലക്ട് ഓഡിയൻസിൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതിൽ നമ്മൾ എപ്പോഴും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കാം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒരു സംശയത്തോടെ കാണുന്ന, ചിലർ നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. മെയ്ഡ് ഫോർ കിഡ്സ് ഓപ്ഷനിൽ അത് കുട്ടികൾക്കുള്ള വീഡിയോ കുട്ടികളുടെ ഓപ്ഷനിൽ തന്നെ കൊടുക്കാവുള്ളൂ. പിന്നെ കുട്ടികളുടെ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ അഡൽട്ട് വീഡിയോ നമ്മൾ ഇടാനും പാടില്ല. അത് അഡൽട്സിന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാമിലി വ്ളോഗ്, നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ മുതിർന്നവർക്കുള്ള വീഡിയോ അല്ലേ. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് അത് കോപ്പ ആക്ട് വരും. യൂട്യൂബിന്റെ കോപ്പ ആക്ട് പ്രകാരം കുട്ടികൾക്കുള്ള വീഡിയോസ് മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ടാണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയല്ലേ. നിങ്ങളുടെ വീഡിയോയിൽ ഒരു കൊച്ചുകുട്ടി വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു മെയ്ഡ് ഫോർ കിഡ്സ് ആയതല്ല. നിങ്ങളൊരു ഫാമിലി വ്ളോഗ്, ഫാമിലി ഫംഗ്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ആരെങ്കിലൊക്കെ എടുത്തോണ്ട് നടപ്പുണ്ടായിരിക്കുമല്ലോ എന്ന് കരുതി അത് മെയ്ഡ് ഫോർ കിഡ്സ് അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളുടെയൊക്കെ തന്നെ ഭയങ്കര ഒരു കുഞ്ഞു പിള്ളേർ, 2 വയസ്സ് 3 വയസ്സിലെ കുഞ്ഞുങ്ങൾ കാണുന്ന കാർട്ടൂണും ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് കമന്റ് ഒന്നും ഇടാൻ പറ്റില്ല. മെയ്ഡ് ഫോർ കിഡ്സ് വീഡിയോസ് തിരിച്ചറിയണമെങ്കിൽ അവർ അതിൻ്റെ ഇടയിൽ കമന്റ് ഇടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇല്ല. അവർക്ക് ആഡ്സ് ഒന്നും അങ്ങനെ വരില്ല. അപ്പൊ അങ്ങനെയാണ് മെയ്ഡ് ഫോർ കിഡ്സ് ഏതാണ്, നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഏതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, ഫാമിലി വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ് ഒക്കെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരും എന്നറിയാൻ നിങ്ങൾ താഴെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അടുത്തത് ഏജ് റെസ്ട്രിക്ഷൻ ഉള്ള കണ്ടന്റുകൾ, അത് 80+ കണ്ടന്റുകൾ, അങ്ങനെയുള്ള കണ്ടന്റുകളെയാണ് നമ്മൾ ഏജ് റെസ്ട്രിക്ഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒരു സെർച്ചിങ് ടേംസ്, അതായത് ഒരാൾ നമ്മുടെ വീഡിയോ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് കിട്ടേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പം മാംഗോ എന്നല്ല നമ്മൾ കൊടുത്തേക്കുന്നത്. മാംഗോ റെസിപ്പി ഉണ്ട്, മാംഗോ പിക്കിളുണ്ട്. അപ്പം ഇതുപോലെ #, ഇട്ട് വേണം നമ്മൾ കൊടുക്കാൻ. #, ഇട്ട് നമ്മൾ ഇതുപോലെ എല്ലാ വേർഡ്സും, അത് മാംഗോ സംബന്ധമായ എല്ലാ വേർഡ്സും തന്നെ നമുക്ക് കൊടുക്കാം. മാംഗോ പിക്കിൾന്നോ മാംഗോ റെസിപ്പിന്നോ മാംഗോ ജ്യൂസെന്നോ ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഡിസ്ക്രിപ്ഷനും ടാഗും. ഇതിന് രണ്ടിനുമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കേണ്ട സാധനങ്ങളും ടാഗ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളും എന്താണെന്ന് വെച്ചാൽ ഇത് സംബന്ധമായിട്ട് ആളുകൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള വാക്കുകൾ. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇപ്പൊ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ലഞ്ച് വീഡിയോ ആണെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ കുറേ ഓപ്ഷൻസ് വരിക, കുറേ സാധനങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ട് വരികയില്ല. ഇപ്പം കുക്കിംഗ് അടിക്കുമ്പോൾ തന്നെ അതിന്റെ താഴെ കുക്കിംഗ് റെസിപ്പി, ഈസി കുക്കിംഗ്, കുക്കിംഗ് ലഞ്ച്, കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, നോൺ വെജ് കുക്കിംഗ്, അങ്ങനെ ഒത്തിരി വരികയില്ലേ. ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിലും ടാഗിങ്ങിലും കൊടുക്കാം. ഇപ്പൊ എഡ്യൂക്കേഷൻ സംബന്ധമാണെങ്കിലും ഈസി മാത്സ് പ്രോബ്ലം സോൾവിങ് അങ്ങനെയൊക്കെ ഒത്തിരി വരും. അപ്പൊ നമ്മൾ അതിൽ എടുത്തു വെക്കണം. അറിയാം, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ടാഗ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനിലും ഏകദേശം ഒരേപോലത്തെ നമുക്ക് കാര്യങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് കേട്ടോ. ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ നമ്മളൊരു #, മറ്റേ ഇത് കൊടുക്കണം. ഇങ്ങനെ താഴേക്കും ഇങ്ങനെ കുറുകനെയും വരെയുള്ള സ്റ്റാർ അല്ലാത്തൊരു സാധനം ഇല്ലേ, അത് കൊടുക്കണം. അത് കൊടുക്കുമ്പോഴത്തേനും അത് കൊടുത്തിട്ട് വേണം അതിന്റെ തൊട്ടടുത്ത് ഇത് അടിച്ചു കൊടുക്കാൻ. അപ്പൊ ഇതിന് ഗ്യാപ്പ് ഇടാതെ വേണം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ വാക്കുകൾ. ഇപ്പം കുക്കിംഗ് റെസിപ്പി എന്നുള്ളത് നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ അടിക്കുന്നതിൽ കുക്കിംഗ് കൊടുത്തു, റെസിപ്പി എന്ന് കൊടുത്തു. പക്ഷെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ നമ്മൾ ടാഗും മറ്റേ ഇത് കൊടുക്കില്ല, #, കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഇടാതെ വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. അത് കുക്കിങ്ങും റെസിപ്പിയും അടുപ്പിച്ചിടണം, അതിനിടയ്ക്ക് ഗ്യാപ്പ് വരല്ല. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ വേറെയും ഇത് ഈ വീഡിയോയെ കുറിച്ച് വിശദീകരിച്ചൊക്കെ കൊടുക്കാം നമുക്ക്. ഇത് ഇന്ന വീഡിയോ ആണ്, ഇന്ന എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇത് എഡ്യൂക്കേഷൻ സംബന്ധമായ വീഡിയോ എന്നൊക്കെ കൊടുക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് കയറി നോക്കാനൊക്കെ എളുപ്പത്തിനാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും, ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ ആമസോണിലെ ലിങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആമസോൺ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ റിവ്യൂ കാണിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റിന്റെ ലിങ്ക് കൊടുക്കേണ്ടതും ഡിസ്ക്രിപ്ഷനിലാണ് കേട്ടോ. അപ്പൊ ഇത്ര ഡിസ്ക്രിപ്ഷനെ കുറിച്ച് ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ലൊക്കേഷനാണ് കേട്ടോ. അപ്പൊ ലൊക്കേഷൻ നിങ്ങൾ എവിടെയാണോ ആ സ്ഥലം ലൊക്കേഷൻ കൊടുത്തേച്ചാൽ മതി. ഞാനിപ്പം മുണ്ടക്കയം കൊടുത്തു, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം കൊടുക്കുക. ഇത് ആഡ് ടു പ്ലേലിസ്റ്റ്. അതിപ്പോൾ ഒത്തിരി വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരേപോലത്തെ വീഡിയോസ് എല്ലാം ഒരിടത്ത് കൊണ്ടിടും. നമ്മുടെ ഒരേപോലത്തെ വീഡിയോസ് എല്ലാം ഒരു സെക്ഷൻ ആക്കി വെക്കുന്നതിലാണ് കേട്ടോ. അത് വലിയ കുഴപ്പമില്ല. അപ്പം ഒരു വീഡിയോ പ്ലേ ചെയ്തവർക്ക് മറ്റേ വീഡിയോ കൂടെ റെക്കമെൻഡേഷനിൽ വരും, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരു വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് അവർക്ക് റെക്കമെൻഡേഷനിലേക്ക് വരും നമ്മുടെ അടുത്ത വീഡിയോസ്. അപ്പം അങ്ങനെ ഒരേ ടൈപ്പ് വീഡിയോസ് ഒരുമിച്ച് കൊണ്ടിടുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ആഡ് ടു പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ പറയുന്നത് കേട്ടോ. അടുത്തത് പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ്. നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡ് സമീപിച്ചിട്ട് പരസ്യം നിങ്ങൾ ചെയ്യുന്ന ആ വീഡിയോ ആണ് ഇടുന്നത്, അതിനകത്ത് നിങ്ങൾ പരസ്യം ആണെങ്കിൽ അത് ഓക്കെ കൊടുക്കുക. അങ്ങനെയുള്ള വീഡിയോസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. കമന്റ്സ് മിക്സ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നോക്കിക്കേ, ഇൻവൈറ്റ് കൊളാബ്. നമ്മുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി നമ്മുടെ പോലത്തെ തന്നെ കണ്ടന്റുകൾ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൊലാബ് ചെയ്യുന്നതിനാണ് ഈ ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. നമ്മൾ ഏത് വ്യക്തിയായിട്ടാണോ കൊളാബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെയും കൂടെ സമ്മതം വേണം കേട്ടോ. അവർക്ക് മെയിലൊക്കെ അയച്ച് അവരെ അറിയിച്ചതിന് ശേഷം അത് പറ്റുള്ളൂ. ആ കൊളാബറേഷൻ്റെ അടുത്ത് തന്നെ കിടന്നാണ് കമന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമുക്ക് ഓൺ ആക്കിയോ ഓഫ് ആക്കിയോ വെക്കാം. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഓൾട്ടേർഡ് കണ്ടന്റ് ആണോ എന്ന്. അത് AI ആണോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ AI വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഓക്കെ കൊടുത്തേച്ചാൽ മതി. നിങ്ങൾ AI ഉപയോഗിച്ച് ഒരു പിക്ചർ ഇട്ടെന്നോ ഒരു തമ്നെയിൽ ഇട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് വീഡിയോ ഫുള്ള് അങ്ങനെ ആണോ എന്നാ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ഫുള്ള് അതിലെ ആശ്രയിച്ചാണോ എന്നുള്ള ചോദിക്കുന്നത്. അല്ലല്ലോ, ഒട്ടുമിക്കവരും ഇപ്പൊ ഇത് കാണുന്നവരൊന്നും AI യൂസ് ചെയ്ത് ചെയ്യുന്നവരായിരിക്കില്ല എല്ലാവരും. 1% കാണുള്ളൂ. അപ്പൊ ആണെങ്കിൽ ആണെന്ന് തന്നെ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. AI വീഡിയോസ് ആണെന്നുള്ള യൂട്യൂബിനെ അറിയിക്കേണ്ടത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്ന് പറയുന്നതും AI ആണോ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് പബ്ലിക് ആക്കുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഓപ്ഷനാണ് ഇത്. നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തേക്കണം. ഇത് നിങ്ങളുടെ വീഡിയോ ഏത് കാറ്റഗറി വരുന്നെന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പൊ കാർസ് ആൻഡ് വെഹിക്കിൾസ്, എനിക്ക് തോന്നുന്നു വീട്ടമ്മമാര് കൂടുതൽ പേരും എന്നെ കാണുന്നത്. അപ്പൊ അവർക്ക് ഈ കാർസ് ആൻഡ് വെഹിക്കിൾസിന്റെ ഓപ്ഷന്റെ ആവശ്യം ഇല്ലല്ലോ. പിന്നെ ചോദിക്കുന്ന കോമഡി, നിങ്ങൾ കോമഡി റീൽസ് ഒക്കെ ചെയ്യുന്നവരാണോ? ഒരാളെ കണ്ട് എന്നോട് പറഞ്ഞായിരുന്നു കോമഡി റീൽസ് ചെയ്യുന്നുണ്ടെന്നേ. അപ്പൊ എഡ്യൂക്കേഷൻ, അത് ഒത്തിരി പേര് ചെയ്യുന്ന, നിങ്ങൾ കുറെ പേര് എഡ്യൂക്കേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷന്റെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്റർടൈൻമെന്റിൽ എല്ലാം തന്നെ വരും, ന്യൂസ്, റിയാക്ഷൻ വീഡിയോസ്, വ്ലോഗ്സ് എല്ലാം എന്റർടൈൻമെന്റിൽ വരും കേട്ടോ. എല്ലാം തന്നെ വരുന്ന അത്യാവശ്യം കേട്ടോ. അപ്പൊ എന്റർടൈൻമെന്റിൽ ഈ തമാശ വരും, സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങൾ, സ്കിറ്റുകള്, നിങ്ങളുടെ ബ്ലോഗ്സ്, ട്രാവൽ വ്ലോഗ്സ് അല്ല, വ്ലോഗ്സ്, കാര്യങ്ങൾ, ഡെയിലി വ്ലോഗ്സ് ഒക്കെ അതിൽ കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഫിലിം ആൻഡ് ആനിമേഷൻ ചെയ്യുന്നവര്
വളരെ ചുരുക്കം പേരായിരിക്കും എന്നെ കാണുന്നവർ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കും കേട്ടോ. ആനിമേഷൻ കാർട്ടൂൺ ഉണ്ടാക്കുന്ന 1-2 പേര് എന്നോട് സംസാരിച്ചു അതിനെക്കുറിച്ച്. അപ്പം കാർട്ടൂൺ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഗെയിമിംഗ് പിള്ളേർ ആരും ഇല്ലെന്ന് തോന്നി കൂട്ടത്തിൽ. അവർക്കൊക്കെ അത്യാവശ്യം സെറ്റിംഗ്സ് ഒക്കെ അറിയാവുന്നവരാണ്. ഇനി ഗെയിമിംഗ് പിള്ളേർ ആരും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിമും ലൈവും ഒക്കെ കയറി പോകാനായിട്ട് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാറ്റഗറിയിൽ കൊടുക്കണം കേട്ടോ. പിന്നെ ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നിടത്ത് നമുക്ക് മേക്കപ്പ് വീഡിയോസ്, സാരി എങ്ങനെ ഉടുത്താം, എങ്ങനെ ചെയ്യാം, എങ്ങനെ എന്നുള്ള വാക്കാണ് ഹൗ ടു എന്നുള്ള വരുന്നത്. അപ്പൊ നമുക്ക് മേക്കപ്പ് വീഡിയോസ് ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഇങ്ങനെ പെയിന്റിംഗ് വീഡിയോസോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. എനിക്കൊന്ന് ഡ്രോയിങ് വീഡിയോസും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. പെയിന്റിംഗ് ആൻഡ് ഡ്രോയിങ് വീഡിയോസ് ഹൗ ടു, നമ്മൾ അങ്ങനെ ഹൗ ടു എന്നല്ലേ, ഹൗ ടു ഡ്രോ, ഹൗ ടു പെയിന്റ് എന്ന് നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. മ്യൂസിക്, പാട്ട് പാടുന്നവർ മ്യൂസിക് കൊടുക്കുക. ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് അത് ഇനി സെപ്പറേറ്റ് നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിടത്തോളം എന്റർടൈൻമെന്റിനകത്താണ് റിയാക്ഷൻ വീഡിയോസ് പോകുന്നത്. നിങ്ങൾ ഈ ന്യൂസും പൊളിറ്റിക്സും ഒക്കെ പറയുന്നവരുണ്ടോ? അത് പൊളിറ്റിക്സ് മാത്രം കേന്ദ്രീകരിച്ച് പറയുന്നുണ്ടോ? എനിക്ക് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. റിയാക്ഷൻ വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്നു എന്റർടൈൻമെന്റിൽ തന്നെ കേട്ടോ പോകുന്നത്. പിന്നെ വരുന്ന നോൺ പ്രോഫിറ്റ് ആൻഡ് ആക്ടിവിസം, പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്. നോൺ പ്രോഫിറ്റ് ആക്ടിവിസം ഒക്കെ ഇതിവിടെ അങ്ങനെയുള്ള ഒരു വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാം, നിങ്ങളിൽ കുറച്ച് പേര് ചെയ്യുന്ന കാര്യങ്ങൾ. പെറ്റ്സ് ആൻഡ് ആനിമൽസ് ചെയ്യുന്നവരുണ്ട്, അതിന് ആ പ്രത്യേകം കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ചെയ്യുന്നവരില്ലല്ലോ. സ്പോർട്സ് ഒക്കെ എനിക്കൊന്ന് എന്നെ കാണുന്നവർ 1% ഒക്കെ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവരുള്ളായിരിക്കും. ഇനി നിങ്ങൾ കളിക്കാൻ പോകുന്നിടത്ത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് കളിക്കുന്ന നിങ്ങളുടെ ഗ്രൗണ്ടിൽ കൊണ്ട് നിങ്ങൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്പോർട്സ് എന്നുള്ള ഇതിൽ കൊടുക്കുക. അതുപോലെ തന്നെ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ്, നമുക്ക് പീപ്പിൾ ആൻഡ് വ്ളോഗ്സിലാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നവർക്കും അത് കൊടുക്കാം, വ്ളോഗ്സ് ചെയ്യുന്നവർക്കും കൊടുക്കാം, ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം കാറ്റഗറി എന്താന്ന് മനസ്സിലായില്ലേ? കാറ്റഗറി തന്നെ ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഏറ്റവും അവസാനം കിടക്കുന്ന ട്രാവൽ ആൻഡ് ഈവെന്റ്സ്. ട്രാവൽ നമുക്ക് വ്ളോഗ്സിൽ കൊടുക്കാം. പിന്നെ ട്രാവൽ ആയിട്ട് കൊടുത്താലും നിങ്ങൾക്ക് നല്ല കേട്ടോ. ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർ തന്നെ, നിങ്ങൾ ട്രാവൽ വ്ളോഗ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ട്രാവലിൽ തന്നെ കൊടുക്കുക. നിങ്ങൾ ചിലരുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ വീട്ടിലെ കാര്യം പറയും, നാളെ നിങ്ങൾ പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കാര്യം പറയാം, അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ട്രാവൽ ചെയ്യുമ്പം ബസ് കയറി ഇരിക്കുന്ന എല്ലാം ട്രാവൽ അല്ല. കാറ്റഗറി നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. കാറ്റഗറി ഏതെങ്കിലും ഒരു കാറ്റഗറി എന്നും കൊടുക്കുവാണെങ്കിൽ യൂട്യൂബിന് നമ്മളെ റെക്കമെൻഡ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ആളുകളിൽ എത്തിക്കാനും ഒക്കെ യൂട്യൂബിന് എളുപ്പമാവും. ഇപ്പോഴും കാര്യം പറഞ്ഞിട്ട് മനസ്സിലാത്തവരോട് ഞാൻ പറയാ, ചിലരിങ്ങനെ ചോദിക്കും എന്നോട്, ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഞാൻ ഡാൻസ്, ഇതെല്ലാം കൂടെ അങ്ങനല്ല ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം യൂട്യൂബിനാണെങ്കിലും ഇപ്പൊ ഞാൻ ചോദിക്കുക, നമ്മൾ ടീച്ചേഴ്സിന് അറിയാവുന്ന സ്കൂൾ ബസ്സിൽ പിള്ളേരെ കയറ്റി കഴിഞ്ഞാല്, സ്കൂൾ ബസ്സിൽ പിള്ളേർ കയറി കഴിയുമ്പോഴത്തേനും നമ്മൾ അത് ചെക്ക് ചെയ്ത് വെക്കണം, ഇന്ന കുട്ടി കയറി എന്ന് ഉറപ്പ് വരുത്തണമല്ലേ ക്ലാസ് ടീച്ചേഴ്സ്. അപ്പൊ ഈ ഒരു കുട്ടി എന്നും മുണ്ടക്കൻ പോകണ്ടവനാ, അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അമ്മ വീട്ടിൽ ചേനപ്പാടിക്ക് പോവും, ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അവന് കാഞ്ഞിരപ്പള്ളിക്ക് പോകും. അപ്പൊ അവന് ഏത് ബസ്സിലാണ് കയറിയൊക്കെ, 1-ാം വണ്ടിയാണോ 2-ാം വണ്ടിയാണോ 3-ാം വണ്ടിയാണോ നമുക്ക് എന്നും ചെക്ക് ചെയ്ത് മടുത്തു പോകും. കാരണം സ്ഥിരം കയറുന്ന പിള്ളേരെയാണ് നമുക്ക് അറിയാം, അവൻ ഇത്രയും പേര് ഇന്ന ബസ്സിൽ കറക്റ്റായിട്ട് കയറുന്ന, ഇന്ന ആൾ ഇന്ന സ്റ്റോപ്പിൽ ഇറങ്ങുന്ന എല്ലാം അറിയാല്ലേ. ഈ കുട്ടി അങ്ങനെ ഇങ്ങനെ കണ്ട ബസ്സിലെല്ലാം കയറുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ, ഈ കുട്ടി ഏത് ബസ്സിലാണ് കയറിയേക്കുന്നത്, ഇതെല്ലാം അന്വേഷിക്കണം അല്ലേ. അപ്പൊ നമ്മൾ എന്നും ഒരു കാറ്റഗറിയിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നതെന്നും ഒരേ ടൈപ്പ് വീഡിയോസും ആണെങ്കിൽ യൂട്യൂബ് നമ്മളെ പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ 16:9 തന്നെ നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ്, അതായത് ഞാൻ എഡിറ്റിംഗ് വീഡിയോ പറഞ്ഞപ്പോൾ പറഞ്ഞത് 16:9 എന്ന ഒരു പിന്നെ ഇതുണ്ട്, അളവുണ്ട്. ആ അളവിൽ നിങ്ങൾ ആ ക്യാൻവാസിൽ ഇട്ട് നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുകയും തംബ്നെയിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ യൂട്യൂബിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ സമചതുരമാണെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അതും കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മുന്നത്തെ 3 വീഡിയോ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പോയി കാണണം കേട്ടോ. എങ്ങനെ വീഡിയോ തുടങ്ങാം, എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വ്യൂസ് എങ്ങനെ കൂട്ടാം, മോണിറ്റൈസേഷൻ ആയില്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ പൈസ കിട്ടും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ മുകളിലൊരു പെൻ പോലൊരു സൈൻ ഉണ്ട്. ആ സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് തംബ്നെയിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നത്. തംബ്നെയിൽ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, അതായത് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് വെരിഫൈഡ് ആയിരിക്കണം കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് തംബ്നെയിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് വലിയ സംഭവമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാവർക്കും തംബ്നെയിൽ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അപ്പോൾ അറിയാം നമ്മൾ വെരിഫൈഡ് ആണോ എന്ന്. ഇവിടെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ആ ടാക്സ് എന്നുള്ളിടത്താണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്.
നമ്മൾ ഇടുന്ന വീഡിയോ സംബന്ധമായ ടാഗ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ലൈസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അലോ എംബഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അതൊരിക്കലും ഓക്കെ കൊടുക്കരുത്. അലോ എംബഡിംഗ് നമ്മൾ ഓഫാക്കി തന്നെ വെക്കണം, ഓക്കെ കൊടുക്കരുത്. പിന്നെ ഉള്ളത് നമ്മുടെ ലൈസൻസ് ആണ്. അത് നമ്മൾ സ്വന്തം കണ്ടന്റ് ഇടുന്നെങ്കിൽ ക്രിയേറ്റീവ് കോമൺസ് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് കൊടുക്കണം കേട്ടോ. കോപ്പിറൈറ്റിനെ കുറിച്ചും വീഡിയോ ഡിലീറ്റ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നും ഒക്കെ ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ.